എന്റെ വാർഡ്രോബ് തുറന്നു നോക്കിയാൽ നിങ്ങൾ ഞെട്ടും. കാരണം എന്താണെന്നറിയോ? പാവം കൊച്ചിന് സാരികളൊന്നും ഇല്ലല്ലോ. എന്താ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്റെ സാരി കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. പക്ഷെ ഇതിലൊരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. പൊതുവെ നമ്മൾ സ്ത്രീകളുടെ വാർഡ്രോബിൽ മിനിമം ഒരു 10 സാരിയെങ്കിലും കളക്ഷൻ ആയിട്ടുണ്ടാവും അല്ലെ. 10 ആക്ച്വലി അതിലും കൂടുതലായിരിക്കും അല്ലെ. അതിലും കൂടുതൽ ഒരു 100 സാരി വരെ 500 സാരി വരെ കളക്ഷൻസ് ഉള്ളവരൊക്കെ ഉണ്ട് അല്ലെ. പക്ഷെ എന്റെ വാർഡ്രോബ് തുറന്നു നോക്കിയാൽ നിങ്ങൾ ഞെട്ടും. കാരണം എന്താണെന്നറിയോ? ആകെ അതിനകത്ത് 5-6 സാരികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്രയും വർഷത്തിന്റെ ഇടയിൽ എനിക്ക് ആകെ ഉള്ളത് 5-6 സാരികൾ മാത്രം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയാണോ? ഒരു സാരി കണ്ട കൊതിക്കാത്തതായിട്ട് ആരെങ്കിലും ആയിട്ടുണ്ടോ? പക്ഷെ എനിക്ക് അങ്ങനെ മൈൻഡിൽ തോന്നില്ല. സാരീന്റെ സൈഡിലോട്ടേ ഞാൻ പോവാറില്ല കേട്ടോ. പൊതുവെ സാരി എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ തരുന്ന ഒരു ഡ്രസ്സാണ്. ഒരു ഡിസ്കംഫർട്ടാണ് എന്ന് വിചാരിച്ച് ഞാൻ അത്ര മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ അത്ര എന്താ പറയാ മൈൻഡ് ചെയ്യത്തില്ല. സാരി ഓക്കെ, ഞാൻ ഫ്രീ ആയിട്ട് നടക്കും, ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ബട്ട് ഇരുന്നാലും എനിക്ക് സാരി എനിക്കധികം ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇവള് ഈ ഫംഗ്ഷൻസിനും വേറെ വലിയ വലിയ ഒക്കേഷൻസിനൊക്കെ പോകുമ്പോ എന്താ ഇടാറുള്ളത് എന്നല്ലേ? അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഓക്കെ, ഞാൻ എന്റെ സാരി കളക്ഷൻസ് 5-6 എണ്ണേ ഉള്ളൂ എങ്കിലും അതിന്റെ കളക്ഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഒട്ടും വൈകിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ കയ്യിൽ ഒതുങ്ങാവുന്ന സാരികളെ എനിക്കുള്ളൂ കേട്ടോ. അതെ, ഇത്രയും സാരികൾ. ഇതിൽ എത്ര എണ്ണം ഞാൻ ഇട്ടെ? 1 2 3 4 5 6 7 8 9 ഉണ്ട് കേട്ടോ ആക്ച്വലി. അത് ഞാൻ പിന്നെ കാണിച്ചു തരാവേ. അപ്പൊ ഇത് ഇത്രയും സാരികൾ 10 എണ്ണം തികച്ചില്ല. ഇത്ര സാരികൾ മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇത് ഓരോന്നോരോന്നായി നോക്കാം. എന്റെ ജീവിതത്തിൽ എനിക്ക് ഫസ്റ്റ് ആയിട്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാരി എടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കല്യാണ സാരിയാണ്. ഫസ്റ്റ് ടൈം എനിക്ക് പറഞ്ഞിട്ട് എടുക്കുന്നത് എൻ്റെ കല്യാണ സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ സാരി. കണ്ടോ, ഇതെന്താ ഇങ്ങനെയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇത് കല്യാണത്തിനടുത്ത സെക്കൻഡ് സാരിയാണ് കേട്ടോ. കല്യാണ സാരി റെഡ് ആണ്. ഇതേ പാറ്റേണിലുള്ള റെഡ് സാരിയാണ്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോ ഇത് കല്യാണത്തിനടുത്ത സെക്കൻഡ് സാരിയാണ്. ഈ വിരുന്നിന് പോവാ എന്നൊക്കെ സംഭവം ഉണ്ടല്ലോ, അപ്പൊ അതിന് വേണ്ടി എടുത്തൊരു സാരിയാണ് കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. ഓക്കെ, ഞെട്ടരുത് എന്ന് പറയാൻ കാരണം ദേ ഇതാണ് എൻ്റെ സാരി എന്ന് പറയുന്നത്. സി, എനിക്ക് സാരി ആയിട്ട് ഉടുക്കാൻ എനിക്ക് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് ഈ സാരികളെല്ലാം ഞാൻ വെട്ടി ഇതുപോലത്തെ ഓരോ ഫ്രോക്ക് അനാക്കലീസ് ആക്കാണ് എനിക്ക് പണി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സാരി തന്നെ ഞാൻ ഇങ്ങനെ കാണിക്കേണ്ടി വന്നു. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സല്ല സാരി. ഇതായിരുന്നു. ഇവിടെ ഞാൻ ചെറിയ ചെറിയ ബീഡ്സ് വെച്ചിട്ടുണ്ട്. ഇതിൽ സിബ്ബറാണ് കേട്ടോ. എനിക്ക് പാല് കൊടുക്കാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് സിബ്ബർ വെച്ചിട്ടുണ്ട്. ഇതൊരു പാനൽ കട്ട് ലാസ്റ്റ് കാണിച്ചു കേട്ടോ. ഇതൊരു പാനൽ കട്ട് ആക്കിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു കേട്ടോ. എനിവേ നല്ലൊരു സാരി ആയിരുന്നു. ഇത് ഞാൻ എത്ര വട്ടം എടുത്തിട്ടുണ്ട്? 2 വട്ടം. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ ഗുരുവായൂർ പോകുമ്പോഴും പിന്നെ എൻ്റെ വീട്ടിലോട്ട് ആ വിരുന്നിന് പോകുമ്പോഴും മാത്രമേ ഞാൻ ഈ സാരി എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഇത് മടക്കി പെട്ടിയിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ വെറുതെ എടുത്ത് വെച്ചിട്ട് എന്തിനാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഇടയ്ക്കാണ് ഇത് വെട്ടി ഇങ്ങനെ തയ്ച്ചത് കേട്ടോ. അപ്പോൾ ഈ ആക്ച്വലി ഞാൻ ഈ സാരീനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ഫ്രോക്ക് അടിച്ചതല്ല. ഐ മീൻ ഒരു എന്താ പറയാ അനാക്കലി, ഒരു പാനൽ കട്ട് അനാക്കലിയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇതിൽ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികൾ ഇനിയുണ്ട്. അതുകൊണ്ട് ഇതിൽ ഇനിയും പണിയാൻ കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, ഇതിന്റെ പല്ലു ആണ് ഞാൻ എടുത്തിട്ട് ഒരു ഷോൾ പോലെ ആക്കിയിരിക്കുന്നത്. അതായത് അഡ്ജസ്റ്റബിൾ ഷോളാണ്. കാരണം ഇതിന് ഇത്ര വീതിയേ ഉള്ളൂ. കണ്ടോ, കാണുന്നുണ്ടോ? ഇതിന് ഇത്ര വീതിയേ ഉള്ളൂ കേട്ടോ. ആൻഡ് കണ്ടോ, പക്ഷെ നല്ല ലെങ്ത് ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ ഞാനിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇടും. ആക്ച്വലി ഈ ഡ്രസ്സിന്റെ കൂടെ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ തട്ടിക്കൂട്ടി അടിച്ചതായിരുന്നു. പക്ഷെ ഇതെല്ലാവരും കണ്ടിട്ട് നല്ല രസമുണ്ട്. പുതുപ്പെണ്ണിന് ഒരു മുസ്ലിം ഫംഗ്ഷനാണ് പോയത്. അപ്പോൾ നിന്നെ കണ്ട പുതുപ്പെണ്ണാണെന്നൊക്കെ പറയുമല്ലോ, അല്ല എന്താ പറഞ്ഞ അങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാവരുടെയും കമന്റ്സ്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് ഞാൻ ഇങ്ങനെ വെക്കില്ല. ഇതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. കാരണം ഈ ഷോൾ എനിക്ക് ഇതിനോട്ട് ഇഷ്ടപ്പെട്ടില്ല.
അപ്പോൾ ഞാൻ മാറ്റും, അല്ലെങ്കിൽ ഒരു ഷോൾ മേടിച്ച് അതിൽ കുറച്ച് അഴിച്ചുപണികളൊക്കെ ഞാൻ ചെയ്യും. ഓക്കെ, അപ്പം അതാണ് ഫസ്റ്റ് സാരി. ഇതാണ് അടുത്ത സാരി കേട്ടോ. ഇതും കല്യാണത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഇവിടുന്ന് എടുത്തു തന്നതാണ് കേട്ടോ. ഞാൻ പറയുന്നത് വേറെ ആയിരിക്കും, സംസാരിക്കുന്നത് നിങ്ങൾ കാണുന്നത് വേറെ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അത് സത്യമാണ്. കാരണം എൻ്റെ മൈക്ക് ഓഫ് ആയി പോയിട്ട് വോയിസ് ഒന്നും റെക്കോർഡായില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് കല്യാണത്തിന് ഞാൻ ഇത് കൊടുത്തിട്ടുള്ളൂ എന്നാണ് ആദ്യം പറഞ്ഞത് കേട്ടോ. 2 പ്രാവശ്യം കൊടുത്തിട്ടുള്ളൂ. വീട്ടിൽ എന്തിനേലും പെട്ടെന്ന് ഫംഗ്ഷൻസിന് എന്തെങ്കിലും പോകാൻ വേണ്ടിയിട്ട് കല്യാണ സമയത്ത് എടുത്തൊരു സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ദേവന്റെ ആനയുടെ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിന് ചുറ്റുമായിട്ട് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു ലേസിന്റെ ബോർഡറും ആണ് ഉള്ളത്. ആക്ച്വലി ഈ സാരി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഇപ്പൊ കാണുമ്പോൾ ഇത് എവിടേക്കും ഞാൻ ഉടുക്കില്ല എന്നൊരു ടൈപ്പാണ്, അതുകൊണ്ട് ഞാൻ ഉടുക്കാറില്ല. അപ്പൊ ആ ഒരു ബോർഡർ കണ്ടില്ലേ, ആ ഒരു ബോർഡറിന്റെ പോലത്തെ ഫുൾ ബോർഡറിന്റെ ആ നെറ്റിന്റെ ബ്ലൗസ് ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. അത് നല്ലൊരു ബ്ലൗസ് ആയിരുന്നു, പക്ഷെ അത് സെപ്പറേറ്റ് എടുത്തതായിരുന്നു കേട്ടോ. അപ്പോ ഈ സാരി അത്രയേ ഉള്ളൂ. ഇതിന്റെ ബോർഡറിൽ പല്ലൂലൊക്കെ ആ ആന തന്നെയായിരുന്നു. അടുത്ത സാരി ആണ് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് കേട്ടോ. ഇത് ഈ ഒരു ബ്ലൂ കളറിൽ വീണ്ടും ഇവിടെ നിന്ന് ബ്ലൂ കളർ സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നു അല്ലെ. ഓക്കെ, ഫസ്റ്റ് ആ വയലറ്റ് ആയിരുന്നല്ലോ, ഏകദേശം ഒരു ബ്ലൂ ഷെയ്ഡ് ആയിരുന്നല്ലോ. അപ്പൊ ഈ ബ്ലൂ കളർ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ്. ഞാൻ ഉടുത്താൽ എന്നെ നല്ല ബ്രൈറ്റൻ ആക്കുന്ന, നല്ല ഭംഗിയാക്കുന്ന ഒരു സാരിയാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത്. ബോഡി പാർട്ട്, ബാക്കി ബോഡി പാർട്ട് ഫുള്ളും ഇത് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളത് ഈ കണ്ടില്ലേ, ഇതിങ്ങനെ താഴോട്ടുള്ള അങ്ങനെ ഒരു ഷേപ്പാണ് കേട്ടോ. ഇത് ഇവിടെ നടത്തത് പാലക്കാട് ഡ്രസ്സുകൾ നടത്താമെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ നടന്നോ എടുത്തതാണ്, ഓർമ്മയില്ല. ഇത് എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരുന്നത്, ബോർഡർ ഒന്നുമില്ല, ഇടയിൽ ഇത് ഇങ്ങനത്തെ ഒരു സാധനമാണ് വരുന്നത് കേട്ടോ. അപ്പൊ ആകെ പ്രസവത്തിന് കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് എടുത്തൊരു സാരിയാണ് കേട്ടോ ഇത്. അപ്പോ സാരി ഉടുക്കണമെന്ന് നിർബന്ധമാണല്ലോ അങ്ങനത്തെ പരിപാടിക്കൊക്കെ, ചടങ്ങുകൾക്കൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിർബന്ധമായതുകൊണ്ട് വേണ്ടി മാത്രം ഞാൻ എടുത്തൊരു സാരിയാണ് കേട്ടോ അത്. അപ്പൊ ഇത് ഞാൻ കുറെ കൊടുത്ത് ഒരു 2 ഫംഗ്ഷൻസിന് തന്നെ ഉടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നിർബന്ധം ആയതുകൊണ്ട് ഞാൻ എടുത്തതെന്നാ പറഞ്ഞത് കേട്ടോ. അപ്പോ അങ്ങനെ വേണ്ടി എടുത്തൊരു സാരിയാണ്, നല്ലൊരു സാരിയാണ്. 1500 അങ്ങനെ എന്തൊക്കെയോ റേറ്റ് ആണുള്ളത് കേട്ടോ. ഇതിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ്, പ്രത്യേകിച്ച് ബോർഡറോ ഡിസൈനോ ബുട്ടാസോ ഒന്നുമില്ല. അപ്പൊ ഞാനൊരു പഫ് കൈ വെച്ചിട്ട് അതിൽ ഇതിങ്ങനെ ഒരു നോട്ടിട്ട് ഒരു എന്താ പറയാ ഒരു തൂങ്ങൽ വെച്ചിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളു കേട്ടോ. അല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നല്ല ക്യൂട്ടായിരുന്നു, നല്ല സാരിയാണ്. അടുത്ത സാരി കാണാം. അടുത്തത് യെല്ലോ സാരിയാണ് കേട്ടോ. നല്ല ബ്രൈറ്റ് യെല്ലോ കളർ സാരിയാണ്. ഇത് അത്യാവശ്യം ഞാൻ ഒരു വ്ളോഗല്ല യൂട്യൂബ് ഷോർട്സിലൊക്കെ ഞാൻ കൊടുത്തതായിരുന്നു, കാണാൻ പറ്റും. ഒരു അമ്പലത്തിലേക്കൊക്കെ ഇടയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും, എനിക്ക് കുഴപ്പമില്ല. ഇത് ആക്ച്വലി ചിഞ്ചുവിന്റെ കല്യാണത്തിന്റെ ഹൽദിക്ക് വേണ്ടി എടുത്തൊരു സാരിയാണ് കേട്ടോ. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, 7 months പ്രഗ്നന്റ്, 8 or 7 months പ്രഗ്നന്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് യെല്ലോ കളർ ഡ്രസ്സ് ഒന്നും സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ശരി, സാരി എങ്കിൽ സാരി ഉടുക്കാം, ഇനി ഞാൻ ഉടുത്തില്ലെങ്കിൽ അമ്മയ്ക്കെങ്കിലും ഉടുക്കാമല്ലോ വിചാരിച്ചിട്ട് എടുത്തൊരു സാരി ആയിരുന്നു കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, റേറ്റ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. എത്ര 200 അങ്ങനെ 300 എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഞാൻ ഉടുത്തപ്പോൾ ഞാൻ സ്റ്റൈൽ ചെയ്തത് ഇങ്ങനെയായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റൈൽ ചെയ്തപ്പോൾ. ഇത് എങ്ങനെയാണ് അതിന്റെ പല്ലു വരുന്നത്, അതിലൊരു കുറച്ച് ടാസിൽസും ഉണ്ട്. പിന്നെന്താ, ഇങ്ങനെ ഫുള്ള് വൈറ്റ് ചെക്സ് ആണ് വരുന്നത് കേട്ടോ. അതിന്റെ ബോർഡറിൽ കണ്ടില്ലേ, ഇങ്ങനെ ഒരു വൈറ്റിന്റെ ഷെയ്ഡിലുള്ള ഒരു ബോർഡറും പിന്നെ ഇത് ഈ ചെക്സും ആണ് ബോഡി ഫുള്ള് വരുന്നത് കേട്ടോ. അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല അതില്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉടുക്കുകയും ചെയ്യും, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമുള്ള തോന്നുന്നില്ല. ഇപ്പൊ അലക്കി എടുത്താലും വലിയ പ്രശ്നം തോന്നുന്നില്ല. ഞാൻ സാരികളൊന്നും അങ്ങനെ അലക്കാറില്ല, പക്ഷെ ഈ ഒരു സാരിയൊക്കെ അലക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിന് ബ്ലൗസ് വരുന്നത്. ഈ ബ്ലൗസ് ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. അതല്ല, ഈ സാരിക്ക് ബ്ലൗസ് പീസ് ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ വേറെ പീസ് എടുത്ത് തയ്ച്ചതാണ് കേട്ടോ. അപ്പൊ ബാക്കിൽ ഒരു വീനൊക്കെ കൊടുത്തിട്ട് അതിന്റെ ഫുള്ള് ഇങ്ങനെ നെറ്റൊക്കെ വെച്ചിട്ട് ഒരു ബോ ഒക്കെ വെച്ചിട്ട്, അപ്പം ഭയങ്കര എന്താ പറയാ ഭയങ്കര ക്രിയേറ്റിവിറ്റിയിൽ ചെയ്ത ഒരു ബ്ലൗസ് ആണ് കേട്ടോ. ഇങ്ങനെ ഫ്രണ്ടില് ബോട്ടനൊക്കെ ആയിട്ട് ഫ്രണ്ട് ഓപ്പൺ ആയിരുന്നു കേട്ടോ. അപ്പൊ നല്ലൊരു ബ്ലൗസും ആയിരുന്നു. അടുത്തതാണ് ഈ ഒരു ബ്ലൂ സാരി. നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. എൻ്റെ 5-6 സാരി ഉള്ളൂ എങ്കിലും കൂടെ നല്ല നല്ല സാരികളാണ്. പിന്നെ ഈ സാരി ഞാൻ ചിഞ്ചുവിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്താണ്. ഓഫ്കോഴ്സ് ഹൽദിക്ക് എടുത്ത എന്തായാലും കല്യാണത്തിന് നിർബന്ധമായിട്ട് കൊടുക്കണല്ലോ. അപ്പൊ കല്യാണത്തിന് നാത്തൂനല്ലേ, അപ്പൊ ചെത്തായി നിൽക്കണല്ലോ.
അപ്പൊ അതിനെടുത്ത സാരിയാണ് ഇത്. ഇത് ഒരു ബ്രൊക്കേഡ് സാരിയാണ് കേട്ടോ, ബ്രൊക്കേഡ് മോഡൽ. ഇത് ഫുൾ ഇതുപോലെ ഷൈനിങ് ഉള്ള നല്ല രസം, എനിക്ക് ഉടുത്ത നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോ എന്താ പറയാ, അപ്പൊ ബ്രൊക്കേഡ് ബ്ലൂ കളർ സാരിയാണ്. ഇതിന്റെ ബോർഡർ വരുന്നത് ഒരു പ്ലെയിൻ ബോർഡർ ആണ്, ഇങ്ങനത്തെ ഷൈനിങ് ഉള്ള ഒരു പ്ലെയിൻ ബോർഡർ. അതിന്റെ അരികത്തായിട്ട് എന്തോ ഒരു വയലറ്റ് ഷെയ്ഡുള്ള ഒരു പ്ലെയിനും. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത് ഉടുത്തപ്പോൾ. ഇത് മഹാരാജാസ്, പാലക്കാട് മഹാരാജാസ് എടുത്തതാണ്. 700 750 800 അങ്ങനെ എന്തോ പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് എനിക്ക് എടുത്ത് തന്ന സാരിയാണിത്. അപ്പൊ എനിക്ക് കണ്ടത് ഞാനിത് എടുത്തു കേട്ടോ. അപ്പൊ അവര് പറയുന്നുണ്ടായിരുന്നു, നാത്തൂനല്ലേ നല്ല കുറച്ചുകൂടി അടിപൊളി സാരി എടുക്കണം. വേണ്ട, എനിക്ക് ഇത് തന്നെ മതി, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒന്നാമത് റേറ്റ് കുറവാണ് പറഞ്ഞ് എന്റെ കണ്ണ് അതിലോട്ടാ പോവുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ പല്ലു വരുന്നത്. പല്ലു ഗോൾഡൻ കളറിന്റെ ലൈൻസ് ആയിരുന്നു. പിന്നെ അതിന്റെ അരികത്തായിട്ട് അരികത്തായിട്ട് ഇതേ അങ്ങനെ ടാസൽസ് ഉണ്ട് കേട്ടോ, കെട്ടുണ്ട് കേട്ടോ. അപ്പോ അത്ര പെട്ടെന്ന് എടുത്തൊരു സാരി ആയതുകൊണ്ട് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇത് ഇതുപോലെ ഫുൾ ബോഡി ഫുൾ ഇതുപോലെ ബ്രൊക്കേഡ് ആയിരുന്നു. ഇതിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് നല്ല രസമുള്ളത്, അതിന്റെ പല്ലു ഭാഗം വരില്ലേ, അതിന്റെ ഗോൾഡൻ കളറുള്ള ഷെയ്ഡിലുള്ള ബ്ലൗസ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഫുൾ ഇങ്ങനെ ആയിരുന്നു. ഇപ്പൊ ഇതിലും ഞാൻ ഇതേപോലെ പഫ് കൈ വെച്ചിട്ട് ഒരു കെട്ടും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഇട്ടപ്പോ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ പൊതുവെ ഈ ബ്ലൗസിൽ ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ വേറെ ഡിസൈൻസും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കൈ കൊടുത്തത് കേട്ടോ. പിന്നെ ബാക്കിലൊരു ഡയമണ്ട് ഷേപ്പ്, എന്തോ ഒരു ഷേപ്പ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിവേ ഓവറോൾ ഇത് ഞാൻ ഇട്ടപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. ഇതെല്ലാം ഞാൻ തയ്ക്കാൻ കൊടുത്തതെല്ലാം പത്തിരിപ്പാല തന്നെയാണ് കേട്ടോ. അവിടെ അവരെനിക്ക് അടിപൊളിയായിട്ട് തയ്ച്ചു തരും. ഇപ്പോഴും കൂടെ എനിക്ക് അടിപൊളിയായിട്ട് അവര് ചെയ്തു തരും കേട്ടോ. അപ്പൊ ഇങ്ങനെ സാരീന്റെ പല്ലും ഇങ്ങനെ വരുമ്പോഴും ഈ ബ്ലൗസും കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ സാരി. ഇനി അടുത്ത സാരി കാണാം. അടുത്തതാണ് ഈ ഒരു പീച്ച് കളർ ഓറഞ്ച്. ഇത് ഓറഞ്ച് അല്ല കേട്ടോ, ആക്ച്വലി പീച്ച് കളറാണ് ഈ ക്യാമറയിൽ ഇങ്ങനെ തോന്നുന്നത് കേട്ടോ. അപ്പൊ ഈ പീച്ച് കളർ സാരി, ഇതില് ഗോൾഡന്റെ ഇങ്ങനെ പൂക്കളോ ഡിസൈനോ എന്തോ ആണ് ഇടയിൽ വരുന്നത് കേട്ടോ. അപ്പൊ എന്റെ ചേച്ചിന്റെ കല്യാണത്തിന് വേണ്ടി എടുത്തതാണ്. ചേച്ചിന്റെ കല്യാണത്തിന് നിർബന്ധമായിട്ട് ഞാൻ ഓർണമെന്റ്സ് എല്ലാം ഇടണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒരു സാരി ഓപ്റ്റ് ചെയ്തതാണ് കേട്ടോ. വേറെ ഡ്രസ്സുകൾ രസം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോ അങ്ങനെ എടുത്തൊരു സാരിയാണ് ഇത്. ഇതിന് ബോർഡറും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് ഒരു പല്ലു വരുന്ന ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ ഗോൾഡൻ ഇത് വരുന്ന, എന്താ പറയാ, ഇങ്ങനെയാണ്. ഇതിൽ മാത്രം ടാസൽസ് ഇല്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, പറഞ്ഞ ഞാൻ കളർ കണ്ടിട്ട് എടുത്തതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു പല്ലു കാണിച്ചില്ല, അതിന്റെ ഒരു ബ്രൗൺ കളർ അല്ല പിങ്ക് കളറിലുള്ള ഒരു വൃത്തിയായിട്ട ബ്ലൗസ് ആയിരുന്നു കേട്ടോ. എനിക്കത് ഇഷ്ടമേ അല്ല. ഫുള്ള് പിങ്ക് ബ്രൊക്കേഡായിരുന്നു. ഈ സാരിക്ക് ഒട്ടും മാച്ച് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു ബ്ലൗസ് എടുത്തു കേട്ടോ. ഈ കാണുന്ന ഈ ഒരു ഷെയ്ഡിലുള്ള ഇത് നല്ല രസമാണ് കേട്ടോ ബ്ലൗസ്. ആ സാരി എന്താ പറയാ, ഈ ബ്ലൗസും കൂടെ നല്ല മാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ വെറുതെ പോയിട്ട് എടുത്തൊരു ബ്ലൗസ് ആയിരുന്നു കേട്ടോ. ഈ സാരി ഒന്നും കൊണ്ടുപോകാതെ ശരി ഇത് മാച്ച് ആവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തൊരു ബ്ലൗസ് ആണ് കേട്ടോ. പക്ഷെ അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ സാരികളെല്ലാം ഇത് ഞാനൊരു 2-3 വട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സാരിക്ക് ഒരു 3000 സംതിങ് റേറ്റ് ആയിരുന്നു കേട്ടോ. അടുത്ത സാരിയാണ് ഈ ഒരു വാടാമല്ലി കളർ സാരി കേട്ടോ. നല്ലൊരു സാരിയാണ്, നല്ല സോഫ്റ്റ് പാവം പിടിച്ചൊരു സാരിയാണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. ഇത് ആക്ച്വലി ചിഞ്ചുവിന്റെ കുട്ടീന്റെ 28-ന് അവര് കൊണ്ടുവന്ന സാരിയാണ് കേട്ടോ. ഇത് ഞാൻ മേടിച്ച സാരിയല്ല, അവര് അമ്മയ്ക്ക് വേണ്ടി കൊടുക്കുന്ന സാരിയാണ്. പക്ഷെ അമ്മയ്ക്ക് ഇത്ര ഹാഷ് ആയിട്ടുള്ള പട്ട് സാരി ഒന്നും വേണ്ട പറഞ്ഞ നേരം കൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ഞാൻ ഇതിന്റെ ബ്ലൗസ് അല്ല, ഞാൻ എന്റെ സൈസിന് തന്നെ തയ്പ്പിച്ചത് കേട്ടോ. ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത്. പല്ലുവില് ഇതേപോലെ ഫുൾ ഗോൾഡന്റെ ഇങ്ങനെ എന്താ പറയാ പ്ലെയിൻ ആയിരുന്നു ഗോൾഡന്റെ ഷെയ്ഡിങ്ങിൽ. അതിൽ ഇത് ഇങ്ങനെ ഒരു ഡിസൈനും വരുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു 4 ഡിസൈൻ 4 ഭാഗത്തും ഉണ്ട്, അത്രേനേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാരി അല്ലേ, ഫുൾ ബ്രൊക്കേഡ് ആയിട്ട് ബോർഡർ ഡിസൈനും വരുന്നത് നല്ല ഷൈനിങ്ങിലും ആ ഒരു ടൈപ്പ് സാരി തന്നെയാണ് ഇത് കേട്ടോ. പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണ്. ഉടുത്ത അവിടെ കിടക്കും, സുഖമാണ് ഇത് ഉടുക്കാൻ കേട്ടോ. അതാ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ടൈപ്പാണ് ഈ സാരി എന്ന് വേണം പറയാം. അപ്പൊ ഇത് എനിക്ക് എന്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് സാരി, അതുകൊണ്ട് ഇത് ഞാൻ വെട്ടി തയ്ക്കൊന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ ഉടുക്കും. പിന്നെ ഇതിന്റെ ട്രെൻഡിങ് ഒക്കെ മാറിക്കഴിഞ്ഞാല് പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിച്ചിട്ടാൽ നന്നായിരിക്കുന്ന സാരിയാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത്. ഇതിങ്ങനെ
ഈ ഒരു കയ്യിൽ ഇങ്ങനെ ഒരു സ്ലീവ്സിൽ ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട്. പിന്നെ ഫുള്ള് ഈ കുഞ്ഞു കുഞ്ഞ് എന്താ പറയാ ഡയമണ്ട് ഷേപ്പിലുള്ള ബുട്ടാസ് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു പ്ലെയിൻ ബ്ലൗസ് ആണ് കേട്ടോ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് ആണ് അടുത്ത സാരി, ബ്ലൂ കളർ. അടുത്ത വീണ്ടും ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ ഈ സാരി എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു സാരിയാണ് കേട്ടോ. ഇതേപോലൊരു ബോർഡറാണ് അതിലുള്ള ഒരു കുഞ്ഞ് ബോർഡറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഞാൻ ആശുണ്ണീനെ പ്രസവിച്ചിട്ട് വീട്ടിലോട്ട് കൂട്ടിയിട്ട് കൊണ്ടുവരുന്ന ചടങ്ങിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഞാനിതൊന്നും ഞാൻ അധികം കൊടുക്കാറേയില്ല, ഉള്ള സാരികൾ അലമാരക്കകത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ശരി ഒരു സിമ്പിളായിട്ട് ഒരു സാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തത് കേട്ടോ. പിന്നെ വലിയ ചടങ്ങായിട്ടൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നല്ലൊരു, ഇതിപ്പോൾ ഒരുപാട് പേര് ഉടുത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഫ്ലിപ്കാർട്ടിൽ തന്നെ ഒരു 12,000 പേരുടെ റിവ്യൂസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാരിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനൊരു സിമ്പിൾ സാരിയാണ് ഇത്. സാരീനേക്കാൾ നന്നായിട്ട് വല്ല സൽവാറൊക്കെ അടിച്ചാൽ നന്നായിട്ടുണ്ടാവും കേട്ടോ, നല്ല ഭംഗിയുണ്ടാവും കാണാം. അപ്പം ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് സാരി ആയിട്ടൊന്നും ഞാൻ അധികം ഉടുക്കില്ല, കാരണം എല്ലാവരും ഉടുത്തിരിക്കുന്ന സാരിയല്ലേ. ഏത് വഴി പോയാലും ഇങ്ങനത്തെ ഒരാളെങ്കിലും ഉടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം എനിക്കങ്ങനെ ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇത് മിക്കവാറും വെട്ടിത്തയ്ച്ച് എന്തെങ്കിലുമൊക്കെ ആക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിങ്ങനെ ബ്ലൂ കളറിൽ ഫുൾ ഇതുപോലെ ഗോൾഡൻ കളർ ഷെയ്ഡ് ഷൈനിങ് ഒക്കെ ഉള്ളതാണ് കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ വീണ്ടും ഞാനിത് ബ്ലൂ കളർ തന്നെയാണ് എനിക്ക് ഇതിൽ കണ്ണിൽ പറ്റിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. കയ്യിലൊരു കുഞ്ഞി ക്യാപ്പ് സ്ലീവാണ് വെച്ചിരിക്കുന്നത്. അതിൽ എന്താ പറയുക, ആ ചെറിയ കുഞ്ഞു ബോർഡറും ഉണ്ട്. പിന്നെ നല്ല നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു. ചിഞ്ചുവിൻ്റെ കുട്ടീൻ്റെ രണ്ടാമത്തെ കുട്ടീൻ്റെ 28-ന് ഞാൻ ഈ സാരി തന്നെ ഉടുത്തിട്ട്, അങ്ങനെ ഒരു 2 ഫങ്ഷൻസിന് തന്നെ ഞാൻ ഈ സാരി ഉടുത്തിട്ടുള്ളൂ, അല്ലാണ്ടൊന്നും ഞാൻ ഉടുത്തിട്ടില്ല. പിന്നെ ഈ ബ്ലൗസിൻ്റെ ബാക്ക് ഒരു നല്ലൊരു ഡീപ്പ് വീനക്കാണ്, അത്ര തന്നെ ഉള്ളൂ കേട്ടോ, വേറെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ സാരി. അടുത്ത സാരി, ഇത് എൻ്റെ സാരിയല്ല, ഇത് എൻ്റെ അമ്മയുടെ സാരിയാണ് കേട്ടോ. ഇത് ഇതേപോലെ ഓൺലൈനിൽ നിന്ന് എടുത്ത 10-200 രൂപയുടെ ഇപ്പം ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയില്ലേ, ആ സാരിയാണ് കേട്ടോ. ഇത് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഞാൻ ഗുരുവായൂർ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. പക്ഷെ ഞാൻ സ്റ്റൈൽ ചെയ്ത് ഇറങ്ങോട്ട് രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലൗസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു റെഡിമെയ്ഡ് ബ്ലൗസാണ്. ബ്ലൗസ് നല്ല അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ സാരിക്ക് ഞാൻ പെയർ ചെയ്യും, വേറെ കാര്യം. ഇങ്ങനെ സ്ട്രെച്ചബിൾ ആണ്. എന്താ പറയുക, 100, 150, 160 അങ്ങനെ എന്തോ മറ്റേ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ സാരിക്ക്. അങ്ങനെ എൻ്റെ അമ്മ എടുത്തതാണ്. അപ്പം അമ്മ ഇതിൻ്റെ ഗ്രേ കളറുണ്ട് അമ്മയ്ക്ക്, അപ്പം ഞാനിതിൻ്റെ റെഡ് എടുത്തു. അപ്പം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സാരിയാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. എന്തിനു വാങ്ങിച്ചതാണെന്ന് ചോദിച്ചാൽ, ആ കുണ്ണീനെ ഇങ്ങോട്ട് പ്രസവം കഴിഞ്ഞ് കൂട്ടിയിട്ട് വരുമ്പോൾ ഉടുക്കണം സാരി, നിർബന്ധമാണ്. സാരി മാത്രമേ ഉടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് ഈ സാരി. അപ്പം എനിക്കറിയാം ഞാൻ പിന്നെ സാരികളൊന്നും ഉടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വില കുറഞ്ഞ പോലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് ഞാൻ മേടിച്ച സാരിയാണ്. ആൻഡ് ഇത് സാരി ഉടുത്താലേ നമ്മളിത് ഇങ്ങനെ നിൽക്കും, ഒതുങ്ങി നിൽക്കത്തില്ല, വല്ല കൊട്ട കഴുത്തി വെച്ച പോലെ അങ്ങനെ പറന്ന് നിൽക്കും. അതുകൊണ്ട് എനിക്കിഷ്ടമല്ല. 1 വട്ടം 2 വട്ടം മറ്റേ അയൺ ചെയ്തിട്ട് ഇപ്പോൾ പ്ലീറ്റ്സ് എല്ലാം അയൺ ചെയ്തിട്ടാണ് ഞാൻ ഉടുത്തിട്ട്. താഴത്തെ പ്ലീറ്റ്സ്, ഇവിടുത്തെ ഞാൻ പ്ലീറ്റ്സ് എടുക്കാറില്ലല്ലോ, വൺ പ്ലീറ്റ് അല്ലല്ലോ, അങ്ങനെയാണ്. അപ്പോൾ ഈ സാരി ഇതൊരു ബ്ലാക്ക് അല്ല, ഒരു ഗ്രീൻ അല്ല, ഗോൾഡൻ അല്ല, എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള കേട്ടോ. ആൻഡ് ഇത് ഞാൻ തീർച്ചയായിട്ടും ഞാനിത് വെട്ടാൻ പോവാണ്. ഞാൻ ഇതിനൊരു സൽവാറാക്കും, കാരണം എനിക്കിഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ ബ്ലൗസ് പറഞ്ഞാൽ അത്രയും വൃത്തിയായിട്ടൊരു ബ്ലൗസ് ആയിരുന്നു കേട്ടോ. ഞാൻ അത് വലിച്ചെറിഞ്ഞോളത്, എനിക്കിഷ്ടപ്പെട്ടില്ലേ. ആ ഒറ്റ പ്രശ്നം കൊടുത്തുള്ളൂ. ഇതിന് പിന്നെ ഞാൻ എന്ത് ബ്ലൗസ് ഇട്ട്, ഒരു ബ്ലാക്ക് വെൽവെറ്റിൻ്റെ ബ്ലൗസിനായിരുന്നു. ആൻഡ് അത് ഇതിന് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പൊന്തി നിൽക്കുക എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആൻഡ് അതർവൈസ് ഇറ്റ്സ് എ ഗുഡ് സാരി, ഗുഡ് വൺ. ഞാൻ പൊതുവേ എനിക്ക് എല്ലാം സാരികളും കാണാൻ നല്ല ലുക്കായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തൊരു സാരിയാണ്. ഇത് അധികം വിലയൊന്നും ഉണ്ടായിരുന്നില്ല, ഓൺലൈനിലായതുകൊണ്ട് എത്രയോ വില കുറഞ്ഞ. ഇതിന് പല ഷെയ്ഡുകൾ ഉണ്ടായിരുന്നല്ലോ. ഇത് കുഴപ്പമില്ല, കുറച്ച് മെലിഞ്ഞവർക്കൊക്കെ, നിങ്ങൾ നന്നായിട്ട് ഫിറ്റായിട്ട് ഉടുക്കുന്നവരൊക്കെ ആണെങ്കിലുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതർവൈസ് അടിപൊളിയാണ്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന, താങ്ക് യു ചേട്ടാ, എനിക്ക് കൊണ്ടു തന്നതാണ് പൂവ്. എവിടുന്നാ കഴിഞ്ഞോ കളി? എന്തായിരുന്നു അവിടെ കളി? ഒരു മിനിറ്റ് കേട്ടോ, ഇപ്പോൾ വരാമ്മ. ഓക്കെ, അപ്പോൾ ഇതാണ്. ഓക്കെ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് ഉടുത്ത സാരിയാണ്. അത് ഞാൻ കാണിച്ചു തരാം.
കൊടുക്കാവണേ കൊടുക്ക്. ഇതാണ് ആ സാരി. ഇതാണ് എൻ്റെ കല്യാണ സാരി കേട്ടോ. ഇത് നല്ല അടിപൊളി കാഞ്ചീപുരം കല്യാണ സീസൺ എടുത്ത കാഞ്ചീപുരം. എത്രയാ 10,000 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഉണ്ടായിരുന്നുള്ളൂ എന്നല്ല, അത്രയുണ്ട്. 10,000 ഒരു സാരിക്ക് 10,000 എന്ന് പറഞ്ഞാൽ എനിക്കത് വില കൂടുതൽ തന്നെയാണ്. മനസ്സിലായില്ലേ? മാക്സിമം പോയാൽ 1000-ൻ്റെ ഉള്ളിൽ റേറ്റുള്ള സാരിയാണ് ഞാൻ എടുക്കാൻ ശ്രമിക്കാറുള്ളൂ. അപ്പോൾ ഇതായിരുന്നു തലതിരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ നിവർത്തണോ ഗോഡ്. ഓക്കെ, ഇതായിരുന്നു ആ സാരി. ഇതൊരു ചില്ലി റെഡ് സാരിയാണ് കേട്ടോ. ഇത് ഞാൻ പ്ലീറ്റ്സ് എല്ലാം എടുത്തിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ എത്ര വട്ടം കൊടുത്തു എന്ന് വെച്ചാൽ കല്യാണത്തിന് കൊടുത്തു, പിന്നെ വേറൊരു കല്യാണത്തിനും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ആ സാരി. ഇത് കാഞ്ചീപുരം പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല. ഉടുത്ത അവിടെ നിൽക്കും. അങ്ങനത്തെ സാരിയാണ്. ഐ ലൈക്ക് ഇറ്റ്. ഇതാണ് ആ സാരി. ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ട്. ഇതിൻ്റെ കുറേ കല്ലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉടുക്കാത്തത് കേട്ടോ. ഈ കല്ല് മൊത്തം വെച്ചതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇതാണ് ഇതിൻ്റെ പല്ലു പിന്നെ വെച്ച് സെക്യൂർ ചെയ്ത് വെച്ചിരിക്കണോ. എപ്പോഴാണ് സെക്യൂർ ചെയ്ത് വെച്ചിരുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും വെച്ചപടം അങ്ങനെ ഇരിക്കട്ടെ. ആൻഡ് ഇങ്ങനത്തെ ബുട്ടാസാണ്, കുറച്ച് വലിയ ബുട്ടാസാണ്. അതുകൊണ്ടാണ് എനിക്ക് അത്ര കണ്ട് ഇഷ്ടമല്ലാത്തത്. കണ്ടോ, ഇങ്ങനത്തെ ബുട്ടാസ് ഉണ്ട്. അതിലിങ്ങനത്തെ ഒരു ബോർഡറും ഉണ്ട്. ബോർഡറിലൊക്കെ ഓ ഷിറ്റ്, ഇതേക്ക് പിരിഞ്ഞ് വരുന്നു. അയ്യോ, ഇതാണ് സാരിയൊക്കെ എടുത്ത് വെച്ച് കേട് വരും പറയില്ലേ, അതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഞാനതൊന്നും അധികം എടുത്ത് വയ്ക്കാത്തത്. കല്യാണ സാരി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാഞ്ചീപുരം സാരിയാണ്. ഇങ്ങനെയാണ് ഇതുള്ളത് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ബ്ലൗസായിരുന്നു. ഫുള്ള് എന്തായാലും പറയുക, ആരി വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസായിരുന്നു കേട്ടോ. നല്ല ഡീപ്പ് നെക്കൊക്കെ ആയിട്ട് നല്ല കുഞ്ഞ് ബ്ലൗസായിരുന്നു. എനിക്ക് എപ്പോഴാണെങ്കിൽ ഇതിൻ്റെ ഹാഫ് മാത്രമേ എനിക്ക് കൊള്ളത്തുള്ളൂ, ബാക്കി ഭാഗം എനിക്ക് എത്തില്ല. അത്രയും ഞാൻ ചെറുതായിരുന്നു ആ ടൈമിൽ. സോ ആ ബ്ലൗസെല്ലാം എവിടെയോ ഇരിപ്പുണ്ട്, എനിക്കറിയില്ല, തപ്പിയെടുക്കണമെന്നില്ല. അപ്പം ഇതിന് വേണ്ടി ഞാനൊരു ഗ്രീൻ ബ്ലൗസ്, ഒരു സാധാ പോളിക്കോട്ടൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് അതിൽ ഒരു പഫ് കൈ വെച്ചിട്ട് കയ്യിൽ കുറച്ച് ലേസോ ബീഡ് വർക്കോ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് കുറച്ച് ലേസൊക്കെ വാങ്ങിച്ച് തുന്നി പിടിപ്പിച്ചിട്ട് അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു കല്യാണത്തിന് കൊടുത്തിരുന്നു. ആ ഒരു കല്യാണത്തിനും എൻ്റെ കല്യാണത്തിന് മാത്രമേ ഞാൻ ഈ ഒരു സാരി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതല്ലാതെ ഒരു സാരി മാക്സിമം ഒരു 2 വട്ടം ഞാൻ ഉടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, അതിലും കൂടുതൽ ഞാൻ ഉടുക്കും, ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മാത്രം. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സാരി. അപ്പോൾ ഇതും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. പക്ഷേ അങ്ങനെ ഞാൻ ഉടുക്കാൻ അത്ര താല്പര്യപ്പെടുന്നില്ല. അതിൻ്റെ ഈ കല്ലുമുത്തം കാരണം ഇതിങ്ങനെ പറഞ്ഞു വരുന്നില്ല. അല്ലെങ്കിൽ പേർത്ത് കളയെങ്കിലും ചെയ്യായിരുന്നു. ഉണ്ടല്ലേ, പേർത്തിട്ട് വരുന്ന പോലുമില്ല. അപ്പോൾ ഇത്രയാണ് എൻ്റെ സാരി കളക്ഷൻ. ഇതിലിപ്പോൾ എത്ര സാരികളുണ്ട്? 10 ആയി തോന്നുന്നു അല്ലേ? 2 എൻ്റെ അല്ല കേട്ടോ. അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് തന്നെ കൊടുക്കും. മറ്റേത് പിന്നെ ഞാൻ എടുത്തിരിക്കും, എനിക്കിഷ്ടപ്പെട്ടതായതുകൊണ്ട്. ആൻഡ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പറയാം. അപ്പോൾ അത് ഇത്രയും കളക്ഷൻസാണ് എൻ്റെ സാരിയിലുള്ളത്. സോറി, ഇത്രയും സാരികളാണ് എൻ്റെ കളക്ഷൻസിലുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് പൈസ കൊടുത്തിട്ട് ഡ്രസ്സ് വാങ്ങുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഒരുപാട് ഒരു 500 രൂപയിൽ 2 ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ അത്ര ഹാപ്പിയാണ് ഞാൻ. അങ്ങനെയല്ലേ, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ. നമുക്ക് എത്ര വിലക്കുറവിൽ എത്രത്തോളം ഡ്രസ്സ് കിട്ടണം അത്ര ഹാപ്പിയല്ലേ. അങ്ങനെ തന്നെയാണ് ഞാനും. അങ്ങനത്തെ ഒരാൾ തന്നെയാണ് ഞാൻ കേട്ടോ. എനിക്ക് ഒരുപാട് വില കൊടുത്തിട്ട് ഡ്രസ്സ് വാങ്ങുന്നതിൽ എനിക്ക് 1000-ൻ്റെ അപ്പുറം കിടന്ന് 1100 ഞാൻ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അതിനുള്ള വേർത്തായിട്ടുള്ള സാധനമാണോ എന്നും കൂടെ ഞാൻ നോക്കട്ടോ. പിന്നെ അങ്ങനെ ഒരുപാട് അലമാരയിൽ ഇങ്ങനെ അടുക്കി വെക്കാൻ ഇഷ്ടംപോലെ ഡ്രസ്സുകളൊന്നും ഞാൻ കളക്ട് ചെയ്യാറില്ല. എനിക്ക് കുറച്ച് ഒരുപാടായി തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പഴയതല്ല, ഞാൻ വീട്ടിലിട്ട് അതിനെല്ലാം ഇതാക്കി വിടും കേട്ടോ. അങ്ങനെ ഞാൻ ഒരുപാട് കളക്ഷൻസ് ഒന്നും വെക്കുന്ന ഒരാളല്ല. ആൻഡ് ഒരുപാട് പൈസ കൊടുത്ത് ഡ്രസ്സ് മേടിക്കുന്ന ഒരാളല്ല. ഡ്രസ്സെന്നല്ല, ഒരു ആക്സസറീസ് ഞാൻ ഒരുപാട് പൈസ കൊടുത്ത് മേടിക്കാറില്ല. ഇതുപോലെ തന്നെയാണ് മാക്സിമം ഞാൻ ഓൺലൈനിൽ നിന്നും ഒക്കെയാണ്. എനിക്ക് ഇപ്പോൾ ഒരു 300 രൂപ സെറ്റിൽ 2 ജോഡി ചെരുപ്പ് കിട്ടണമെന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് ഞാൻ വാങ്ങും. എന്നിട്ട് ഞാനത് സ്റ്റൈൽ ചെയ്യും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പം നിങ്ങളും അങ്ങനെ ആവാൻ ശ്രമിക്കുക. നമുക്ക് എത്രത്തോളം ഡ്രസ്സ് ഉണ്ട് എന്നതിലുള്ളതിലല്ല കാര്യം. നമ്മൾ ഉള്ള ഡ്രസ്സിൽ നമ്മൾ കംഫർട്ടാണോ, നമ്മൾക്ക് ഒരു കോൺഫിഡൻ്റ് ആണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ ചെയ്യുന്ന മേക്കപ്പിൽ, ആക്സസറൈസിൽ, എന്താ പറയുക, കോസ്റ്റ്യൂമിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. അത് മാത്രമേ. ഇപ്പം നിങ്ങൾ കമ്മലിടണ്ട, മാലയിടണ്ട, വളയിടണ്ട, ഇതെല്ലാം ഇടാതിരുന്ന നിങ്ങൾ
കംഫർട്ടബിളാണ്, ഓക്കെ ഡൺ, അത്രയും മതി, അത്രേ വേണ്ടുള്ളൂ. പിന്നെ നമ്മൾ വീട്ടുകാരുടെ നിർബന്ധത്തിലാണ് പലപ്പോഴും എന്താ പറയുക നമുക്ക് കോസ്റ്റ്യൂമിന് മാച്ച് അല്ലാത്ത സംഭവങ്ങളൊക്കെ ഇടേണ്ടി വരിക. അവസ്ഥയൊക്കെ എനിക്കറിയാം, എന്ത് ചെയ്യാം. എന്നാലും എന്നെ കാണാൻ ഞാൻ അടിപൊളിയാണ്. ലുക്കിലല്ല കാര്യം, ബുദ്ധിയിലും നമ്മുടെ പെരുമാറ്റത്തിലാണ് കാര്യം എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ സാരി കളക്ഷൻസ്. അപ്പോൾ ഈ സാരി കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏറ്റവും എന്ന് പറയുന്നില്ല, കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ട സാരി ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ഇനി ഓണമൊക്കെ വരാൻ പോവാണ്, ഡ്രസ്സുകൾ എടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഒപ്പീനിയനാണെന്ന് പറയാം. കുറഞ്ഞ പൈസയിൽ നിങ്ങൾ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് എന്താ പറയുക, ആവശ്യമില്ലാത്തതിലൊക്കെ നമ്മളധികം പൈസ ചുരുക്കി യൂസ് ചെയ്തിട്ട് ചിലവാക്കിയിട്ട് നമ്മൾ നല്ല ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, നമ്മൾ ട്രാവൽ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഇതുവരെ എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങൾ ട്രാവൽ ചെയ്യാനുള്ള ഫുഡ് ഞാൻ മേടിച്ച് കഴിക്കും. പക്ഷേ ട്രാവൽ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇതുവരെ നടന്നിട്ടില്ല. കുറേ പ്ലാൻ ചെയ്യുന്നുണ്ട്, വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ ചിലവ് ചുരുക്കുക, അല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചിലവാക്കുക. ചിലവ് ചുരുക്കിയാൽ അത്രയും നിങ്ങൾക്ക് സേവ് ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കാം, അല്ലേ? നമ്മൾ കുറഞ്ഞ പൈസയിൽ നമ്മൾ അടിപൊളിയാക്കാൻ നോക്കുക. അത് നല്ലൊരു ഐഡിയ ആണ്. ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, അല്ലേ? നിങ്ങൾക്ക് ബ്രാൻഡ് ഇതെല്ലാം ഉണ്ടാവും. കണ്ടില്ലേ, വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ ഒരു മര്യാദയ്ക്ക് ഒരു വ്ളോഗ് എടുക്കാൻ സമ്മതിക്കുന്നില്ല. നോക്ക, രാത്രി ഞാൻ ചെറുപയർ കഞ്ഞി തരും കേട്ടോ. ആ ഇങ്ങനെ ചെയ്താ. ഇപ്പം അതാണ് ഡോർ ലോക്ക് ചെയ്ത്, ഇനി വരില്ലല്ലോ. കർക്കിടക മാസം ആയതുകൊണ്ട് ചെറുപയർ കഞ്ഞി ഞങ്ങൾ രാത്രി കഴിക്കുന്നു കേട്ടോ. അപ്പം അവന് ഭീഷണിയാണ്, മര്യാദയ്ക്ക് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നിന്നെ ചെറുപയർ കഞ്ഞി കുടിപ്പിക്കും പറഞ്ഞിട്ട്. കാരണം അവനക്ക് ഇഷ്ടമല്ല അത്. അപ്പോൾ സോ ഗൈസ്, ഞാൻ വേഗം നിർത്തട്ടെ, സൗണ്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ പാവം കൊച്ചിന് സാരികളൊന്നും ഇല്ലല്ലോ, എന്താ പറയുക, അവൾക്ക് സാരി ഒന്നും വാങ്ങിക്കൊടുക്കുന്നില്ലേ ഭർത്താവ്, അല്ലെങ്കിൽ ഇവൾക്ക് വാങ്ങിച്ചുകൂടിയ സാരികൾ എന്നൊക്കെ വിചാരിക്കുന്നതും എനിക്ക് സാരി ഇഷ്ടമല്ല ഗൈസ്. എനിക്ക് ബാക്കിയുള്ളവർ ഉടുത്ത് കാണാൻ, അവരെ ഉടുപ്പിക്കാനെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു സാരി ഡ്രേപ്പിസ്റ്റാണ്. ബട്ട് എനിക്ക് സാരി ഉടുക്കുക പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമേ അല്ല. എനിക്ക് കംഫർട്ടബിളായിട്ട് എനിക്ക് സൽവാർ ഇപ്പം ഞാൻ സൽവാറിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. സൽവാർ, മിഡീസ്, വെസ്റ്റേൺ ഡ്രസ്സസ് അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും ഒക്കേഷൻ ആണെങ്കിൽ ഞാൻ സൽവാർ ഇടാനാണ് എനിക്ക് ആഗ്രഹം. ബട്ട് സാരി ഉടുത്തു പോകും. സോ എനിക്ക് ഇഷ്ടമേ അല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സാരി വാങ്ങിക്കരുത്, വേറെ സൽവാർ എന്തെങ്കിലും മേടിച്ചോളൂ, ഓക്കെ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ടും വീണ്ടും കാണുന്നവരേക്കും ബൈ.